അമേരിക്കയിലെ പ്രമുഖ വിമാനക്കമ്പനിയായ സ്പിരിറ്റ് എയർലൈൻസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശനിയാഴ്ചയോടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവച്ചു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് വിമാന ഇന്ധനവിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവാണ് കമ്പനിയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രതിസന്ധി മറികടക്കാൻ അമേരിക്കൻ സർക്കാർ സാമ്പത്തിക സഹായ പദ്ധതികൾ മുന്നോട്ടുവച്ചെങ്കിലും കമ്പനിയെ അടച്ചുപൂട്ടലിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ല. 2 പതിറ്റാണ്ടിനിടെ അമേരിക്കയിൽ ഇത്രയും വലിയൊരു വിമാനക്കമ്പനി തകരുന്നത് ഇതാദ്യമായാണെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കമ്പനിയുടെ ഈ പിന്മാറ്റം ആയിരക്കണക്കിന് ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിനും ഇടയാക്കും. സ്പിരിറ്റ് എയർലൈൻസിനെ സംരക്ഷിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $500 മില്യൺ പ്രത്യേക പാക്കേജ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെയും ഉപദേശകരുടെയും എതിർപ്പിനെ തുടർന്ന് ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു. മെയ് ആദ്യ പകുതിയിൽ ഏകദേശം 4219 സർവീസുകൾ നടത്താനിരുന്ന കമ്പനി നിലവിൽ എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് വരരുതെന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിമാന ഇന്ധനവില ഗാലന് $2.24 മുൻകൂട്ടിയുള്ള കണക്കുകൂട്ടലിലാണ് കമ്പനി പുനരുദ്ധാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നത്. എന്നാൽ യുദ്ധസാഹചര്യം വില $4.51 ഉയർത്തിയത് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറയെ പൂർണ്ണമായും തകർത്തു. കോവിഡ് കാലത്തിനുശേഷം യാത്രക്കാർ കുറഞ്ഞ നിരക്കിനേക്കാൾ കൂടുതൽ യാത്രാസൗകര്യങ്ങൾക്ക് മുൻഗണന നൽകി തുടങ്ങിയതും സ്പിരിറ്റ് എയർലൈൻസ് പോലുള്ള ബജറ്റ് വിമാനക്കമ്പനികൾക്ക് തിരിച്ചടിയായി. സ്പിരിറ്റ് എയർലൈൻസിന്റെ പ്രവർത്തനം നിലച്ചതോടെ ബുദ്ധിമുട്ടിലായ യാത്രക്കാരെ സഹായിക്കാൻ മറ്റ് വിമാനക്കമ്പനികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഫ്രോണ്ടിയർ, ജെറ്റ്ബ്ലൂ, സൗത്ത് വെസ്റ്റ്, യുണൈറ്റഡ് അമേരിക്കൻ എയർലൈൻസ് എന്നിവർ സ്പിരിറ്റ് യാത്രക്കാർക്കായി പ്രത്യേക ഇളവുകളും കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റുകളും പ്രഖ്യാപിച്ചു. അമേരിക്കൻ വ്യോമയാന മേഖലയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചുകൊണ്ടാണ് സ്പിരിറ്റ് എയർലൈൻസ് കളം ഒഴിഞ്ഞിരിക്കുന്നത്.